ലെബനനിൽ ഇസ്രായേലിന്റെ വ്യാപക വ്യോമാക്രമണ പരമ്പരകളിൽ 274 പേർ കൊല്ലപ്പെട്ടതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 1000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തിങ്കളാഴ്ച തെക്കൻ വടക്കുകിഴക്കൻ ലെബനനിലാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. മരിച്ചവരിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ലെബനനിലെ 300 ലക്ഷ്യകേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഹിസ്ബുള്ളയ്ക്കെതിരെ കഴിഞ്ഞ ഒരു വർഷത്തിനിടെയുള്ള ഏറ്റവും ശക്തമായ വ്യോമാക്രമണമാണ് ഇന്നലെ നടന്നത്. വരും ദിവസങ്ങളിലും ആക്രമണം കടുപ്പിക്കുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി പറഞ്ഞു. തെക്കൻ ലെബനനിലുള്ളവരോട് വീടുവിടാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു. ഹിസ്ബുള്ള ആയുധം സൂക്ഷിക്കുന്ന ഈ പ്രദേശങ്ങളിൽ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. പ്രദേശത്തു നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് തങ്ങൾക്ക് ടെക്സ്റ്റ് വോയിസ് മെസ്സേജുകൾ ലഭിച്ചതായി തെക്കൻ ലെബനനിലെ ജനങ്ങൾ പറയുന്നു. ഫോൺ സന്ദേശം തന്റെ ഓഫീസിനും ലഭിച്ചതായി ലെബനൻ ഇൻഫർമേഷൻ മന്ത്രി പറഞ്ഞു. തെക്കൻ മേഖലയിലെ ആശുപത്രികളിൽ അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രം നടത്തിയാൽ മതിയെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രദേശത്തെ സ്കൂളുകൾക്ക് സർക്കാർ അവധി പ്രഖ്യാപിച്ചു. അതിനിടെ ഇസ്രായേലിന്റെ യുദ്ധം ലെബനീസ് ജനതയോടല്ലെന്നും ഹിസ്ബുള്ളയോടാണെന്നും നെതന്യാഹു പറഞ്ഞു. ഏറെക്കാലമായി നിങ്ങളെല്ലാം ഹിസ്ബുള്ള മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നു. നിങ്ങളുടെ സ്വീകരണ മുറികളിൽ റോക്കറ്റുകളും ഗ്യാരേജുകളിൽ മിസൈലുകളും അവർ ഒളിപ്പിക്കുന്നു. ഈ റോക്കറ്റുകളും മിസൈലുകളും ഞങ്ങളുടെ നഗരങ്ങളെയും ഞങ്ങളുടെ ജനതകളെയും ലക്ഷ്യമിട്ടാണ് വരുന്നത്. ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേൽ ജനതയെ സംരക്ഷിക്കുവാൻ ഞങ്ങൾക്ക് ആയുധമെടുത്തേ മതിയാകൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.